ഹായ് ഫ്രണ്ട്സ്, നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ അഫ്ഗാനി ചിക്കനാണ്. എന്നാൽ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് ഉപ്പ്, 1.5 സ്പൂൺ ചാട്ട് മസാല, 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ കുരുമുളക് പൊടി, ഒരു ചെറുനാരങ്ങ, കസൂരി മേത്തി 1.5 സ്പൂൺ, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, തൈര് 3 ടേബിൾ സ്പൂൺ, ക്രീം 3 ടേബിൾ സ്പൂൺ, പിന്നെ ഒരു 15 അണ്ടിപ്പരിപ്പ്, ഒരു 8-10 ബദാം. ചിക്കനിൽ ഈ പൊടികളെല്ലാം ഇട്ട് മിക്സ് ആക്കുക. ഉപ്പ്, കുരുമുളക് പൊടി, ചാട്ട് മസാല, ഗരം മസാല, ഇതൊക്കെ ഇട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിൽ എടുത്തു വെച്ച തൈരിട്ട് അതിൽ അണ്ടിപ്പരിപ്പും ബദാം എടുത്തു വെച്ച ഫ്രഷ് ക്രീമും കൂടി ഇടുക. അതിൻ്റെ കൂടെ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3ഉം ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. ഇതാ ഞാനിവിടെ എല്ലാം കൂടി നന്നായി ഒന്ന് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്കിതിൽ മിക്സ് ചെയ്യും. ഇതിലൊഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യും. ഇതിൻ്റെ കൂടെ എടുത്തു വെച്ച കസൂരി മേത്തി കൂടി ഇടുക. കുറച്ച് നാരങ്ങ നീരും കൂടി. ഒരു നാരങ്ങ ഫുള്ള് ഉപയോഗിക്കാം. ഒരു സ്പൂണ് ഓയിലും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കണം. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതാ ഞാനിവിടെ ഇത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു വലിയ പാത്രത്തിൽ, കുഴിയുള്ള ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇത് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. മാരിനേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തന്തൂരി ട്രിക്കാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അത് ഒരു തന്തൂരി ചിക്കൻ്റെ ഒരു സ്മോക്കി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ചാർക്കോളിട്ട് ഇത് ഒന്ന് ചൂടാക്കിയിട്ട് നല്ല പുക വരുന്ന സമയത്ത് അത് ചെറിയൊരു പാത്രത്തിലിട്ടിട്ട് ഇതിനകത്ത് വെക്കും. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് ചെയ്താൽ മതി, അല്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റ് തന്നെ. ഇതാകുമ്പോൾ ശരിക്കും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ നല്ല ടേസ്റ്റില്ല, അതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമുക്കിതൊന്ന് തീയിലിട്ടിട്ട് ചൂടാക്കി കൊടുക്കും. ചാർക്കോൾ കുറച്ച് സമയം ഒരു 5 മിനിറ്റ് നന്നായി നല്ല ഫുള്ളിൽ തീയാക്കിയിട്ട് ഒരു 5 മിനിറ്റ് വെക്കണേ. അതിന് ശേഷം ഇതൊരു വെള്ള കളറ് വരും. ആ കളറ് വരുന്ന സമയത്ത് ഒരു കട്ടോരിയിലേക്ക് നമുക്ക് മാറ്റാം. ഇതൊക്കെ കണ്ടില്ലേ, ഇതുപോലെ ആണ്. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ മേലെ കുറച്ച് നെയ്യ് ഒഴിച്ച് നല്ല പുക വരും. ഇതിൻ്റെ നടുവിൽ കുഴിച്ച് വെക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് ഇത് നന്നായി മൂടി വെക്കണം. ഇതാ ഇവിടെ 15 മിനിറ്റ് കഴിഞ്ഞു. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് എടുത്ത് മാറ്റാം. നിങ്ങൾക്കിത് ഈ സ്മോക്കി ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഇത് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഈ ചാർക്കോൾ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ മാത്രം ഇത് വെച്ചാൽ മതി. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. തവ ചൂടായി കഴിഞ്ഞാൽ കുറച്ച് എണ്ണ ഒഴിക്കാം തവയിൽ.
കുറച്ചെണ്ണ മതി, അധികമൊന്നും വേണ്ട. അതിൻ്റെ കൂടെ ഒരു പീസ് ബട്ടറും കൂടി ഇടുക. ചിക്കൻ പീസ് ഓരോന്നായിട്ട് തവയിൽ വെക്കുക. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. കുറച്ച് സമയം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇത് ബാക്കിയുള്ള ഗ്രേവി അതുപോലെ വെക്കണേ, ഇത് ആവശ്യം വരും. ഇതൊന്ന് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ചാർക്കോൾ ഇട്ടുകൊണ്ട് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അതേ സ്മെല്ലാണ് വരുന്നത്. അതേപോലെ ടേസ്റ്റുമാണ്. ഇത് ബാക്കി ഉണ്ടായ മസാലയിലേക്ക് ഇത് മുഴുവനും, ചിക്കൻ മുഴുവനും അതിലേക്ക് ഇടുക. നിങ്ങൾക്ക് മസാലയിൽ കുറച്ച് വെള്ളം വേണം, ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ ഈ ചിക്കൻ ഇട്ടാൽ മതി കേട്ടോ. ഫുൾ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. ഇത് അഫ്ഗാനി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇതാ നമ്മുടെ അഫ്ഗാനി ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് നല്ല ക്രീമി തന്തൂരി ഫ്ലേവറും കൂടിയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കനാണ്. നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ.